ഇന്ന് ഞാനൊരു പുതിയ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ബീറ്റ്റൂട്ട് തന്നെയും ക്യാരറ്റ് തന്നെയൊക്കെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഒരു മധുരമുള്ള ബീറ്റ്റൂട്ടും ക്യാരറ്റും അതുപോലെ ഡേറ്റ്സും കൂടെ ചേർന്ന ഒരു അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. Cook with Sophie, sharing 40 years experience. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു വലിയ ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. 3 ചെറിയ ക്യാരറ്റ്, ഒരു 12 ഡേറ്റ്സ് കുരു കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 തുടം വെളുത്തുള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില, 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 3/4 ടീസ്പൂൺ കടുകും, 3 വറ്റൽമുളകും, ഉപ്പ്, കായപ്പൊടി, അതെന്തോരം ഇടുന്ന അന്നേരം പറയാം, വിനാഗിരി, വെള്ളം, നല്ലെണ്ണ. ആദ്യം ഈ ഡേറ്റ്സിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെക്കണം. നല്ല ചൂടുവെള്ളമായിരിക്കണം, അത് കുതിർന്ന് കിട്ടി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ക്യാരറ്റും ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ്സ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിരുന്നതാണ്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഡേറ്റ്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നാൽ മതി. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് എണ്ണയിൽ ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി അതിലേക്ക് ഉലുവായും ചേർക്കാം. കടുക് ഉലുവായും പൊട്ടിയിട്ടുണ്ട്. വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിലേക്ക് ഇപ്പം 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. അതുപോലെ ഉലുവാപ്പൊടിയുടെ പകുതിയും ചേർക്കാം. ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ക്യാരറ്റും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ആ കൊടുക്കാനായ
അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. തീ എപ്പോഴും ലോ ഫ്ലെയിമിലാണ്. ഡേറ്റ്സ് കുതിർത്ത് വെച്ച ബാക്കി വെള്ളം ഉണ്ടല്ലോ, അരച്ചതിൻ്റെ ബാക്കി വെള്ളം, അത് ഇതിലേക്ക് ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും തീ ലോ ഫ്ലെയിമിലാക്കി. ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് മൂടി വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഒരു 2 മിനിറ്റായി, നമുക്കൊന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തതാണ്. ഇപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇതിങ്ങനെ മൂടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡേറ്റ്സ് നമ്മൾ പച്ചക്കല്ലേ ചൂടുവെള്ളത്തിൽ മാത്രം ഒഴിച്ച് ഇട്ടിട്ട് അരച്ച് ചേർത്തില്ലേ, അതും കൂടെ ഒന്ന് പാകമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വിനാഗിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 3/4 ഭാഗവും ചേർക്കുവാണ്. ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുളി ഒന്ന് നോക്കിയിട്ട് വേണം ബാക്കി ഒഴിച്ച് കൊടുക്കാൻ. ഇനി കുറച്ച് ചാറായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടാറി വരുമ്പോഴത്തേക്ക് അല്പം കൂടെ കട്ടിയായി പോകും. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, ബാക്കി വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഇവിടെ ചേർക്കുവാണ്. ബാക്കി വിനാഗിരിയും ചേർക്കുവാണ്. അപ്പം ഇതിനകത്ത് 1/4 കപ്പ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് മധുരവും എരിവും പുളിയും എല്ലാം കൂടെ കൂടിയ ഒരു അച്ചാറാണ്. ഞാനിപ്പം നോക്കിയിട്ട് പുളിയും കായും ഒക്കെ കറക്റ്റ് ടേസ്റ്റാണ്. പക്ഷേ അല്പം ഉപ്പും കൂടെ വേണം. അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും എരിവും മധുരവും എല്ലാം ഉള്ള നല്ലൊരു ബീറ്റ്റൂട്ട് ക്യാരറ്റ് ഡേറ്റ്സ് അച്ചാർ റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതൊരു അടിപൊളി അച്ചാറാണ്. ചോറിന് മാത്രമല്ല ബിരിയാണിക്കും അതുപോലെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അച്ചാറാണിത്. നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ചില്ലുകുപ്പിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരാഴ്ച കൂടുതൽ ഇത് പുറത്തിരിക്കുകയില്ല. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.